ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കഴിഞ്ഞ 17 എപ്പിസോഡുകളിലായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം ചെയ്യുകയായിരുന്നു. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നാം 2-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ദൈവവചന കേൾവിയിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 18-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങേ ദൈവനാമത്തിൽ വിനയത്തോടെ സ്വാഗതം ചെയ്യട്ടെ. 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പഴയ നിയമ ഭക്തയായ ഹന്നായുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് അത് ആരംഭിക്കുന്നത്. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം, ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥിപ്പാൻ കഴിയുന്നവനാണ്, അവൾക്ക് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മനുഷ്യന്, ലോകത്തിൽ ആശ്രയിച്ചു പോകുന്ന ഒരാൾക്ക് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കാത്ത ഒരു ദൈവ പൈതൽ അല്ലാത്തയാൾക്ക് പ്രാർത്ഥിപ്പാൻ വാസ്തവത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പദവി എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാനിങ്ങനെ ചോദിക്കട്ടെ, അങ്ങയ്ക്ക് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങയുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന പാപക്ഷമ പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അങ്ങയ്ക്ക് പ്രാർത്ഥിപ്പാൻ വാസ്തവത്തിൽ ദൈവം കേൾക്കുന്ന തരത്തിൽ കഴിയുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അങ്ങയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ പ്രാർത്ഥന കേൾപ്പാൻ സ്വർഗത്തിലെ പിതാവുണ്ടാകുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ വസ്തുതയാണ്. അപ്പോൾ തന്നെ ദൈവമക്കളോട് ഞാനിങ്ങനെ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ശീലം അങ്ങയ്ക്കുണ്ടോ? ദൈവത്തോട് കാര്യങ്ങൾ പറയുവാൻ, ജീവിതത്തിൻ്റെ വിവിധമായ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവിനോട് സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങ് ഹൃദയം ഒരുക്കുന്നുണ്ടോ, സമയം വേർതിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത്. ഇവിടെ ഇതാ ഹന്നായുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഈ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും 2 വസ്തുതകൾ ഓർക്കാനായിട്ടുണ്ട്. 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് അവളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായിട്ട് 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഒന്ന് നോക്കിയാൽ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഹന്നായെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം വാക്യം ആരംഭിക്കുമ്പോൾ, യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, അങ്ങല്ലാതെ ഒരുത്തനും ഇല്ലല്ലോ. വീണ്ടും 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ ജ്ഞാനമുള്ള ദൈവം, അവിടുന്ന് പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. തുടർന്ന് 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല. വാസ്തവത്തിൽ നമ്മുടെ ദൈവത്തെപ്പോലെ, വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ദൈവത്തെപ്പോലെ പരിശുദ്ധനായിട്ട് ആരെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ലോകത്തിൽ പരിശുദ്ധരെന്ന് സ്ഥാനപ്പേരെടുക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തക പ്രകാരം അത് വലിയ തെറ്റാണ്. കാരണം പരിശുദ്ധനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. സകല മനുഷ്യരും പാപത്തിൽ ജനിച്ചവരാണ്. എന്നാൽ പാപമില്ലാത്തത് ദൈവത്തിന്
മാത്രമേ ഉള്ളൂ. പരിശുദ്ധൻ എന്ന നാമം അത് ദൈവത്തിനു മാത്രം അർഹതപ്പെട്ടതാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് ഞാൻ ക്രിസ്തുവിൽ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇവിടെ ഇതാ ഹന്ന പറയുന്നു, യഹോവയെപ്പോലെ പരിശുദ്ധൻ ഇല്ല എന്ന്. തന്നെയുമല്ല, അങ്ങല്ലാതെ ഒരുത്തനുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവം മാത്രം പരിശുദ്ധനാണ് എന്നുള്ളത് അടിയുറപ്പിച്ച് പറയുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുക. തന്നെയുമല്ല, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ജ്ഞാനമുള്ള ദൈവം, അവിടുന്ന് പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു എന്ന് ഹന്ന പറയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവം സർവജ്ഞാനിയാണ് എന്ന് അവൾ സമ്മതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതു മേഖലകളെയും നന്നായിട്ടറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് ഒരു വിശ്വാസിയുടെ ഭാവി എന്ന് പറയുന്നത്. ഹന്നായിക്ക് ഈ ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു വന്നത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ പ്രതിസന്ധി പരിഹരിപ്പാൻ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഹന്നായെ നാം 1-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി. അന്ന് അവളുടെ ഹൃദയത്തെ ഭരിച്ച ചിന്ത എന്താണ്? അത് മറ്റൊന്നല്ല, ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളും അറിയുന്നുവെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ധന്യമായ മറ്റെന്ത് ചിന്തയും ധൈര്യവുമാണ് നമുക്ക് വേണ്ടത്. ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുമാകട്ടെ, കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ, മറ്റാരോടും പറയാൻ കഴിയാത്ത മനസ്സിൻ്റെ വിമ്മിട്ടങ്ങളിൽ, ഒരു പക്ഷേ ഏറ്റവും ദുഃഖകരമായ സ്ഥിതിയിലൂടെ ആയിരിക്കാം എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, അങ്ങ് കടന്നു പോകുന്നത്. മറ്റാർക്കും ഒരു പക്ഷേ അങ്ങ് പറയുന്നത് മനസ്സിലാകുന്നു പോലുമില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം സർവജ്ഞാനിയാണെന്ന് ഹന്ന സമ്മതിച്ചതുപോലെ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളെയും അറിയുന്ന ദൈവം തീർച്ചയായിട്ടും അങ്ങയെ ധൈര്യപ്പെടുത്തും, അങ്ങയ്ക്കു വേണ്ടി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ആവശ്യവുമില്ല. അത് തന്നെയുമല്ല, ആ ഹന്ന പറയുകയാ, ആ സർവജ്ഞാനിയായ ദൈവം പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് മറന്നൊരു ജീവിതമുണ്ടാകരുത്. നമ്മുടെ പ്രവൃത്തികളെ ശരിയായി അറിയുകയും നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ ത്രാസിൽ തൂക്കി നോക്കി അത് മൂല്യനിർണ്ണയം നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നല്ലതിനെ നല്ലതായി തന്നെ അംഗീകരിക്കുകയും തെറ്റിനോട് കൂട്ടുകൂടാതെ തെറ്റിനെ തെറ്റും പാപവുമായി തന്നെ കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൺമുൻപിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. ഞാൻ 1-ാം ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പ്രതിപാദിച്ചത്. 1-ാം ഭാഗം ഇതാണ്. ഹന്നായുടെ പ്രാർത്ഥനയിൽ അവൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ എപ്പോഴും കടപ്പെട്ടവരാണ്. അതിനുള്ള പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനോടാണ്. അപ്പോൾ തന്നെ ഓർക്കേണ്ടത്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കി അവിടുത്തെ മഹത്വം വർണ്ണിക്കുന്ന നമ്മുടെ ജീവിത ശൈലിയായി പ്രാർത്ഥന മാറണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ശൈലി ദൈവം തുടർമാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.